ഹായ് ഡിയേഴ്സ്, ഇതാ കണ്ടില്ലേ കുറേ മുളക് തൈകൾ. ഞാൻ വെണ്ടയ്ക്ക നട്ടു വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിൻ്റെ സൈഡിൽ കുറച്ച് പച്ചമുളകിൻ്റെ വിത്തൊക്കെ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പോലെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പച്ചമുളക് തൈകൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിൽ നിന്ന് പിഴുതു മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റി നടാം. ഇതൊക്കെ നമുക്ക് വേറൊരു ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റി നടാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൃഷി ചെയ്ത ഗ്രോ ബാഗിലോട്ടേക്കാണ് ഞാൻ നടുന്നത്. കാരണം വെച്ചാൽ തക്കാളിക്കൊക്കെ ഇട്ടിരിക്കുന്ന വളമെല്ലാം ഉള്ളത് കാരണം വളക്കൂറുള്ള മണ്ണാണല്ലോ. അതുകൊണ്ട് ഇതിൽ വീണ്ടും ഞാൻ കുറച്ച് കുമ്മായം ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ടേക്കാണ് നടുന്നത്. കുമ്മായമൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള മണ്ണാണ് ഇത്. ഇതിലോട്ടേക്ക് ഈ പച്ചമുളക് തൈകളൊക്കെ നമുക്ക് നടാം. അതിനായിട്ട് ഞാൻ 3 ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഗ്രോ ബാഗിൽ മണ്ണ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം ഉണ്ട്, കരിയില കമ്പോസ്റ്റും എല്ലാം അടങ്ങിയിട്ടുള്ള വളക്കൂറുള്ള മണ്ണാണ് ഇത്. നടുന്നതിന് മുന്നേ നമുക്ക് സൂഡോമോണസ് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. സൂഡോമോണസ് ലൈനി ഒഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് നല്ല വളർച്ചയും കൂടാതെ അതിന് വേറെ ഒരു അസുഖങ്ങളൊന്നും വരാതെ നല്ല പോലെ നമുക്ക് ആരോഗ്യത്തോടെ വളർന്നു കിട്ടാനാണ് ഈ സൂഡോമോണസ് ലൈനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം നല്ല പോലെ മണ്ണൊക്കെ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ തൈകളൊക്കെ ഇതിലോട്ടേക്ക് നട്ടു കൊടുക്കാം. കണ്ടില്ലേ, നല്ല ആരോഗ്യത്തോടുള്ള തൈകളാണ് ഇതൊക്കെ. കണ്ടാൽ തന്നെ അറിയുന്നുണ്ടല്ലോ, നല്ല ആരോഗ്യമുള്ള തൈകൾ. ഒരു ഗ്രോ ബാഗിൽ നമുക്ക് 2 എണ്ണം വീതം നട്ടു കൊടുക്കാം. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഏറ്റവും നല്ലത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന രീതിയാണ്. ഒരു ഗ്രോ ബാഗിൽ 2 തൈ വീതം നട്ടെങ്കിൽ ഒരു 3 എണ്ണത്തിൽ 6 തൈ, അത് നമുക്ക് വീട്ടാവശ്യത്തിന് മതിയാവും. തൈകൾ നടുന്നതും വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് വൈകിട്ടാവുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അങ്ങനെ ഈ തൈകളൊക്കെ നട്ടു കൊടുത്തതിന് ശേഷം നല്ല പോലെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൈകുന്നേരം നട്ട തൈകളായിരുന്നു പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് നല്ല ഉഷാറായിരിക്കുന്നത് കാണാം. ഇതാ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഇതാണ് മുളക് തയ്യ്. നമുക്ക് ഏറ്റവും എളുപ്പമാണ്. അതിന് ഇലകളുടെ മുരടിപ്പ് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അതിനൊക്കെ ഉള്ള ടിപ്സും കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. നട്ടിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ചെടിയാണ് ഇത്. നല്ല പോലെ പൂവും കായും ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. താങ്ക് യു.